പലരും ഇതിനോടൊക്കെ മറിഞ്ഞു കാണും ഇപ്രാവശ്യം CBSE 10th-ലും 12th-ലും പഠിക്കുന്ന മക്കൾക്ക് 2 ബോർഡ് എക്സാംസ് ഉള്ള കാര്യം. പലരും ഇതിന്റെ ഹാപ്പി സൈഡ് മാത്രം ചിന്തിക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുകളും ഇതിനുണ്ട്. അത് കൃത്യമായിട്ട് തുറന്നു കാട്ടാനാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് 2 ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 15-ാം തീയതി ആദ്യത്തെ എക്സാമും രണ്ടാമത്തെ എക്സാം വന്നിട്ട് മെയ് 5-ാം തീയതി ആയിട്ടാണ്. 2 ടേം ആയിട്ടാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യ എക്സാം എഴുതേണ്ടവർക്ക് ആദ്യ എക്സാം എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങുന്നവർക്ക് വാങ്ങാം. ഇൻ കേസ് ആദ്യ എക്സാമിൽ എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, വിചാരിച്ചത്ര പഠിക്കാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മെയ് 5-ാം തീയതിയിലത്തെ എക്സാം എഴുതിയിട്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് CBSE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ പലരും ആദ്യത്തെ ചാൻസിന് ആദ്യത്തെ അവസരത്തിൽ നല്ല മാർക്ക് അടിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മെല്ലെ കുറയ്ക്കാനായിട്ട് പോകും. അതായത് ആദ്യമേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരും, ഇതിപ്പോൾ എന്താ, ഇതിപ്പോൾ മാർക്ക് കുറഞ്ഞാലും രണ്ടാമതൊരു അവസരം ഉണ്ടല്ലോ, അതൊരു വില്ലനാണ് മക്കളെ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോഴും ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടെ വേണം ഫെബ്രുവരി 15-ാം തീയതിയിലത്തെ എക്സാം തന്നെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുന്നുള്ള മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് എടുക്കാം. അതുവരെ നിങ്ങൾ രണ്ടാമത്തെ എക്സാമിനെ കുറിച്ച് മറന്നോ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മെയ് 5-ാം തീയതിയിലത്തെ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് അതിനുശേഷം അത് റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ +1 +2 അഡ്മിഷനിലേക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പഠിക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഫെബ്രുവരി 15-ാം തീയതിക്കുള്ള എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവർ തമ്മിലുള്ള എക്സാംസ് തമ്മിലുള്ള എന്താ പറയുക ഗ്യാപ്പ് ഇത്തിരി കുറവാണെങ്കിലും സ്റ്റഡി ലീവ്, ഒരു എക്സാം കഴിഞ്ഞിട്ട് മറ്റൊരു എക്സാമിലേക്ക് ഉണ്ടാകുന്ന സ്റ്റഡി ലീവുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡിസംബറോട് കൂടിയിട്ട് നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുക. ജനുവരി ഫെബ്രുവരി പകുതി വരെ നിങ്ങൾ റിവിഷനായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് സിസ്റ്റമാറ്റിക്കലി അടിപൊളിയായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും, ഫസ്റ്റ് എക്സാം എഴുതാൻ തയ്യാറാണ്, രണ്ടാമത്തെ എക്സാം എഴുതാൻ തയ്യാറാണ്, ഏത് എക്സാമിൻ്റെ മാർക്കാണ് എടുക്കുക, കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. 2 എക്സാമിലും ഏറ്റവും കൂടുതൽ മാർക്ക് ഫെബ്രുവരി 15-ാം തീയതിയിലത്തെ എക്സാമിനാണ് ഏറ്റവും കൂടുതൽ മാർക്കെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങളുടെ ആൻസർ ബുക്കിൽ വരും, അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൽ വരും. മെയ് 5-ാം തീയതി നടത്തുന്ന എക്സാമിനാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്കെങ്കിൽ ആ ഒരു മാർക്ക് ബെസ്റ്റ് ഓഫ് ഏതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അതായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സിലബസ് മാറ്റില്ല, ബെസ്റ്റ് ഓഫ് ഏത് മാർക്കാണ് അതാണ് എടുക്കുക. പക്ഷേ സാറിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫെബ്രുവരി 15-ാം തീയതിയിലത്തെ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിന് സിസ്റ്റമാറ്റിക്കലി നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് എക്സാമിനർ ഫാമിലി കൂടെ തന്നെ ഉണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. CBSE നമ്മുടെ സ്വന്തം ബാച്ചായ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് റെക്കോർഡ് ലേണിംഗ് വീഡിയോസ് ആയിക്കോട്ടെ, PDF ക്ലാസ് നോട്ട്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ചേട്ടന്മാരോട് ചോദിച്ചാൽ മതി, അവർ ടെക്സ്റ്റ് ബുക്കിലെ മാത്രം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ വിചാരിച്ചത്ര നല്ല മാർക്കിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ വർഷം അടിപൊളിയായിട്ട് ഒരു 90 to 95% എബോവ് നമുക്ക് ലഭ്യമാകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട. ഈ കാര്യം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇപ്രാവശ്യം 2 എക്സാംസ് ഉണ്ട്, വില്ലനാവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.